ഇന്ന് നമ്മൾ സ്വർഗത്തിലെ കനി എന്നറിയപ്പെടുന്ന അടിപൊളി ഒരു ഫ്രൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ടു ദ ചാനൽ TV on DT. TV on എങ്ങനെയുണ്ട് ജീസ? എങ്ങനെയുണ്ട് ഈ ഫ്രൂട്ട് കാണാൻ? എന്ത് കളറല്ലേ ജെറിക്കെ, നോക്കിക്കേ. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ ഈ ഫ്രൂട്ട്? എങ്ങനെയുണ്ട് ഈ കളറ്? യെല്ലോ കളറോ? ഇത് എന്ത് കളറാ ജീസ? ഒരു ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് കളർ ഉണ്ട്. നല്ല അടിപൊളി, നല്ല സുന്ദരി പഴം ഇല്ലേ? ഈ പഴത്തിന്റെ പേരെന്തോന്ന് അറിയാമോ? ജെറിക്കിന് അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഈ ഒരു പഴത്തിന്റെ പേര് ഗാക്ക് ഫ്രൂട്ട് എന്നാണ്. GAC, ഗാക്ക് ഫ്രൂട്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ പഴമല്ല, ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പഴമാണ്. ഇതിന് ഒത്തിരി ഗുണങ്ങൾ, ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പഴമാണ് കേട്ടോ. എന്ത് ഗുണം ഉള്ളതെന്ന് അറിയാമോ? ഇത് വിറ്റാമിൻ A, അതുപോലെ തന്നെ വിറ്റാമിൻ C ഒക്കെ അടങ്ങിയതാണ്. ശരിക്കും ഈ ഒരു ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മമില്ലേ, സ്കിന്നിനൊക്കെ നല്ലതാണ്. അതായത് നമ്മുടെ പ്രായമൊക്കെ നല്ലപോലെ കുറയും. യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ഫ്രൂട്ട് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ഇത് തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം എന്നിവിടങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ ഇവിടെയും ഇത് കൃഷി ചെയ്ത് ഇപ്പം നല്ലപോലെ വിളവൊക്കെ എടുക്കുന്നുണ്ട്. ഇതിന് കിലോയ്ക്ക് ഒരു 1000 രൂപ റേഞ്ച് വരെയൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ എനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. കിലോയ്ക്ക് 399 രൂപയാണ്. ഈ ഒരു ഫ്രൂട്ട് മാത്രം ഏകദേശം ഒരു 400 ഗ്രാമിന് അടുത്തുണ്ട്. ഒരു 195 രൂപയാണ് നമുക്ക് ആയിരിക്കുന്നത്. ഈ ഒരു ഫ്രൂട്ട് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാമോ? ജ്യൂസ് ഉണ്ടാക്കാം, പിന്നെ ജ്യൂസ് ഉണ്ടാക്കാം, സ്മൂത്തി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ വിയറ്റ്നാമിലൊക്കെ ഈ ഒരു ഫ്രൂട്ടിന്റെ പൾപ്പ് എടുത്തിട്ട് ആ പൾപ്പ് ദോശയിലൊക്കെ ഇട്ട് ദോശ വരെ ഉണ്ടാക്കാറുണ്ട്. നല്ല റെഡ് കളറാണ്, ഇതിൻ്റെ അകത്ത് റെഡ് കളറായിരുന്നു. അപ്പം റെഡ് കളറിലെ ദോശ, അതുപോലെ തന്നെ ചോറിലും ഇവർ ഈ പൾപ്പ് എടുത്ത് ചേർത്തിട്ട് നല്ല റെഡിഷ് കളറുള്ള ചോറും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്കും ഈ ഒരു ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകം എങ്ങനെയുണ്ട്, ഇതിന്റെ സീഡ്സ് ഒക്കെ എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ട് എന്ത് ജ്യൂസ് ഉണ്ടാക്കണോ അതോ സ്മൂത്തി വേണോ? കുഞ്ഞു ജ്യൂസ് ആണോ വേണ്ടേ? ജ്യൂസ്. എന്നാൽ നമുക്കൊരു ജ്യൂസും കൂടെ ഉണ്ടാക്കാം. എന്നിട്ട് ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൂടെ നമുക്കൊന്ന് നോക്കാം. കട്ട് ചെയ്യാം. ഓക്കെ, ചത്തി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. ഇച്ചിരി കട്ട് ചെയ്യാൻ ഒരു ചക്ക പോലെയൊക്കെ ഉണ്ട് ഇല്ലേ, ചെറിയ മുള്ളൊക്കെ ഉണ്ട്, ചെറിയ കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സൈഡ് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ വെച്ച് കട്ടിയുണ്ട് കേട്ടോ. എന്നൊക്കെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് പൊന്നെ കട്ടിയാടി. റെഡ് കളർ റെഡ് കളർ. ഇതിന് സീഡ് കട്ടായി പോയി, ഞാൻ അങ്ങനെ മുറിച്ചോണ്ട്. നോക്കിക്കേ നല്ല റെഡിഷ് കളറായിട്ടുള്ള, ശരിക്കും കട്ട് ചെയ്യാൻ പ്രയാസമായത് ഞാൻ ആ സീഡൊക്കെ ഇങ്ങനെ മുറിച്ച്. ശരിക്കും ഇങ്ങനെ ആയിരുന്നു കട്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഓക്കെ, നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് മേടിക്കുന്നത്. ഇത് കാണാനുള്ള ഭംഗി കൊണ്ട് മേടിച്ചതാണ്. ഒന്ന് ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്തപ്പോഴാണ് നല്ല ഔഷധ ഗുണം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സീഡിൻ്റെ ഇവിടെ ഉള്ളൊരു റെഡിഷ് കളർ ഉണ്ടല്ലോ, അത് നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ. ജസ്റ്റ് ഒന്ന് വായിലിട്ട് നോക്കുക. ശരിക്കും ടേസ്റ്റേ ഒരു രുചിയുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. അതേലും ഒരു രുചിയാണ്. ഒരു ക്രീമി ഫീല് തോന്നുന്നുണ്ട്. നാക്കിനൊക്കെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മധുരമല്ല, എരിയല്ല, പുളിയല്ല, ഒരു
എന്ത് ടേസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. ശരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ പന്ന ടേസ്റ്റ് ഒന്നും അല്ല, നല്ലൊരു ഫ്രഷ്നെസ്, നാക്കിനൊക്കെ ഒരു രുചി എന്തോ ഒരു രുചി ഉണ്ട് കേട്ടോ. ഇത് നിങ്ങളൊന്ന് കഴിച്ച് നോക്കിയാൽ ജീസയ്ക്ക് പറയാൻ പറ്റുമോ നോക്കണേ. ജീസ ചെറിയ സീഡ് ഇറങ്ങി പോരുത്, ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ, നാക്കിൽ വായിലിട്ട് ഉഴപ്പിക്ക്. എന്താ തോന്നുന്നു? കയ്യിലെടുത്തു. രുചിയാണോ അതോ ഇഷ്ടപ്പെട്ടോ? ജെറിക്കിന് വേണോ ഇത്? ജെറിക്കിന് കുരു ഇല്ലാതെ പപ്പ ഇതെടുത്ത് തരാം. നാ കാണിച്ചേ, അങ്ങോട്ട് നോക്കി പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന്. എന്ത് ടേസ്റ്റാ? ശരിക്കും പുളിയും അതിലൊന്നും അറിയത്തില്ലേടാ, പുളിയൊന്നും ഇല്ല കേട്ടോ, ചുമ്മാതാണ്. എനിക്ക് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് നേരെ നമുക്ക് പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ആദ്യമേ നമുക്ക് ഇതേ ടൈപ്പ് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ ജാക്ക് ഫ്രൂട്ട് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഈ സീഡ്സ് എല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് അകത്തോട്ടിടാം. നല്ല നല്ല റെഡിഷ് കളറാണ്. ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഈ ഒരു സീഡ് ഏരിയ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു കാമ്പുള്ള ഏരിയ, ശരിക്കും ഇത് പഴുക്കുന്നതിന് മുമ്പ് വെജിറ്റബിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് മെഴുക്ക് പുരട്ടി അതുപോലെ തന്നെ തോരനൊക്കെ വെക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ജ്യൂസിന് വേണ്ടി ഈ ഒരു സീഡും അതിനെ ചുറ്റിയുള്ള ആ ഒരു പൾപ്പുമാണ് ഉപയോഗിക്കുന്നത്. അതിനാണ് ശരിക്കും ഔഷധ ഗുണങ്ങളൊക്കെ ഏറെ ഉള്ളത്. സീഡെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ശരിക്കും നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഓരോ സീഡും ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് നമുക്ക് ശരിക്കും ഇങ്ങനെ ഉടച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഫുൾ ഇത് കിട്ടില്ല. നമ്മൾ പൾപ്പെല്ലാം നല്ലപോലെ ഞെവിടി ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് സീഡ് വരുന്നത്. ശരിക്കും ഇത് നമുക്ക് നട്ട് നമ്മുടെ ഈ നാട്ടിലും ഇത് കിളിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ശരിക്കും ഒരു പാവലില്ലേ, നമ്മുടെ പാവയ്ക്കൊക്കെ നട്ട് കഴിഞ്ഞാൽ പടന്ന് കിളിക്കുന്ന പോലെ ഒരു വള്ളിച്ചെടിയാണ് ഇത്. അതിലാണ് ഇത് ഉണ്ടായി വരുന്നത്. ഇനി നമുക്ക് ഇത് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ ആ പൾപ്പ് നല്ലപോലെ അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ, നമുക്കൊരു പകുതി നാരങ്ങ മുറിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. പഞ്ചസാര, മധുരം ആവശ്യത്തിനനുസരിച്ച്. ശരിക്കും ഇതിന് ഇപ്പം ടേസ്റ്റ് വേറെ ഒന്നും അറിയാനില്ല. നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം, ആ പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലേക്ക് തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ആദ്യം പപ്പ അതിനെ കുടിക്കട്ടെ. അത് ജെറിക്കിന് വേണോ? ജെറിക്കിന് കൊടുക്കാവേ. ഇന്നിച്ചേക്ക് അടുത്ത് വന്നേ, ഇത് കളയല്ലേ. നീ കൊണ്ടുവന്നേ, അമ്മ കാണിച്ച് അങ്ങോട്ട് നോക്കൂ. പുളി ഉണ്ടോ? എന്നാ ജീസ ഇടുന്ന് കുടിച്ച്, ജീസ ഇച്ചിരി കുടിച്ച്, കളയാതെ കുടിക്കണേ. ഞാൻ കുടിച്ചു നോക്കാം. മധുരം ജീസ പറഞ്ഞ കറക്റ്റാണ്. മധുരം ഇച്ചിരി കുറവാണ്. നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തേ. നമുക്ക് 1 സ്പൂണോടൊന്ന് ചേർത്താൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും. പഞ്ചസാര ഇച്ചിരിട്ടാലോ. അപ്പോൾ നമ്മൾ 1 സ്പൂൺ പഞ്ചസാരയോടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം മധുരം നമുക്ക് പാകമായിട്ടുണ്ട്. നാരങ്ങയുടെ ചെറിയൊരു പുളിയും പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റ്, അത് പറയാൻ പറ്റാത്ത. ഞാൻ നേരത്തെ ആ ഒരു സീഡ് നമ്മൾ രുചിച്ച് നോക്കിയപ്പോൾ വന്ന അതേ ഒരു ടേസ്റ്റ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും. നിങ്ങൾക്ക് ഒന്നുകൂടെ വേണോ? ഇനി ഒന്ന് കുടിച്ചു നോക്കി. ചെറിയ കുടിച്ചേ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. കുടിച്ചു.
പുളി പാകമാണ്, മുന്നിലൊന്നും അല്ല, നാരങ്ങ ഒത്തിരി ചേർത്താലായിരിക്കും പുളി വരുന്നത്. ഇപ്പം മധുരം നല്ല ടേസ്റ്റ് ആണ്. ഇനി ജീസ എന്ന് കുടിച്ച് ജീസയുടെ റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മധുരമുണ്ട്. കുടിക്കാൻ തോന്നുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ? അതോ പപ്പ കുടിച്ചോട്ടെ മൊത്തം? പപ്പ അമ്മയും പപ്പയും കുടിച്ചേരാം. അല്ല ഇത് കുടിച്ചു കഴിഞ്ഞാലല്ലേ, ഇതിങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ യൗവനം നിലനിൽക്കും. പപ്പായും അമ്മയും അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഒന്നും ആകത്തില്ല. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇങ്ങനെ ചുക്കി ചുളുങ്ങിയിരിക്കത്തില്ലേ, അതുപോലെ ആവത്തില്ല ഇത് കുടിച്ചാ. നിങ്ങള് കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ ഞങ്ങളാ കുടിക്കേണ്ടതല്ലേ. നമ്മൾ യൗവനം നിലനിർത്താന് ഞങ്ങളെ പോലുള്ള 90 കിഡ്സ് ആണ് ശരിക്കും ഇത് കുടിക്കേണ്ടത്. അപ്പൊ കുടിക്കടിച്ചിട്ട് കുഞ്ഞിനെ തരാടാ, ജെറിക്കിന് തരാതെ കുടിക്കുവോ? നയിച്ച് കുടിച്ചു. അടിപൊളി. അപ്പൊ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലപോലെ നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇപ്പൊ ഓവറോൾ ഈ ഒരു ഫ്രൂട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്, ഇതൊരു ജ്യൂസ് അടിച്ചു കുടിക്കുന്നതും ഒക്കെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ പാവയ്ക്ക ഉണ്ടല്ലോ, പാവയ്ക്കയുടെ ഇനത്തിൽ പെടുന്ന ഒരു ഫ്രൂട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് പടന്ന് കിളിക്കുന്നതാണ് പാവയ്ക്ക പോലെ തന്നെ. അതുപോലെ തന്നെ അതിൻ്റെ കുരുവൊക്കെ കണ്ടാലും നമുക്ക് പാവയ്ക്കയുടെ പോലെ ഫീൽ ചെയ്യും. അതുപോലെ പാവയ്ക്ക നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ കണ്ടിച്ചാൽ അതിൻ്റെ അകത്ത് നല്ല റെഡിഷ് കളറായിട്ടാണ് ആ സീഡ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കാമ്പ് ഏരിയയും കുറച്ചൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ കയ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുറം നാട്ടിലുള്ള ഒരു പാവയ്ക്കയാണ് നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ട് എന്ന പേരിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ എനിവേ നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഈ ഒരു റെഡിഷ് കളർ ഈ ഒരു ജ്യൂസ് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് നമ്മൾ ആഴ്ച 2 വട്ടം കുടിച്ചാൽ നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ ചുമന്ന് തുടുത്ത് നമ്മൾ യൗവനത്തിലേക്ക് എത്തുന്നതാണെന്ന് ഉറപ്പായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വില ഇച്ചിരി കൂടുതലാണ്, ഓഫറിലൊക്കെ കിട്ടുമ്പോൾ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുമ്പോ വീണ്ടും അടിപൊളി നിർത്ത്. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ, ബൈ ബൈ.